Hello all, welcome back to Learnino. Today we will see what is meant by quality factor. Quality factor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസൊണൻസ് സർക്യൂട്ടിൻ്റെ ക്വാളിറ്റിയെ കാണിക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ്. ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഒരു റെസൊണൻസ് സർക്യൂട്ട് എത്രത്തോളം നല്ലതാണെന്ന് ഡിസൈഡ് ചെയ്തത്. സോ ക്വാളിറ്റി ഫാക്ടർ ഈസ് എ മെഷർ ഓഫ് ക്വാളിറ്റി ഓഫ് എ റെസൊണൻസ് സർക്യൂട്ട്. ക്വാളിറ്റി ഫാക്ടറിന് പല ഡെഫിനേഷൻസ് ഉണ്ട്, നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പല രീതികൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് വോൾട്ടേജിൻ്റെ ടേംസിൽ നോക്കാം. സോ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ അറ്റ് റെസൊണൻസ്, എന്താണ് അതിൻ്റെ ഇക്വേഷൻ വരിക? വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വി എൽ I into JXL. JXL is the inductive reactance. Equals I എന്ന് പറയുന്നത് എന്താണ്? I is the current at resonance. അപ്പോൾ റെസൊണൻസിലുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇൻഡക്റ്റീവ് വോൾട്ടേജിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ റെസൊണൻസിലെ കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? കറണ്ട് വിൽ ബി മാക്സിമം, ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ് V divided by R. That is the value of current at resonance into JXL. So ഈ ടേമിനെ നമുക്ക് J into XL by R into V എന്ന് എഴുതാം അല്ലേ? അപ്പം നോക്കിയപ്പോൾ എന്ത് കിട്ടി? V മാഗ്നിറ്റ്യൂഡ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ വി എൽ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എൽ is equal to XL by R into V. അതായത് റെസൊണൻസിലെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ടേം XL by R ടൈംസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് V ആണ്. ഓക്കെ, ഇതിലെ ഈ XL by R എന്ന് പറയുന്നതാണ് Q, ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഫാക്ടർ Q. XL by R here. XL by R is the quality factor Q. So this is done here. അപ്പം റെസൊണൻസിൽ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ വാല്യൂവിനെ നമുക്ക് വി എൽ ഇസ് ഈക്വൽ ടു Q ടൈംസ് V എന്നാണ് വരുന്നത്. അതായത് ക്വാളിറ്റി ഫാക്ടർ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ നമുക്കിവിടെ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ എന്താ കിട്ടിയത്? ക്വാളിറ്റി ഫാക്ടർ Q ഈസ് ഈക്വൽ ടു XL by R. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതാം. ദാറ്റ് വിൽ ബി വി സി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു മൈനസ് ജെ എക്സ് സി, ഓർ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ് വരിക. കറണ്ടിൻ്റെ വാല്യൂ അറ്റ് റെസൊണൻസ് ആണ് വി ബൈ ആർ, ദാറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. സോ വി ബൈ ആർ ഇൻറ്റു മൈനസ് ജെ എക്സ് സി എന്ന് വരും. അതിനെ നമുക്ക് മൈനസ് ജെ ഇൻറ്റു എക്സ് സി ബൈ ആർ ഇൻറ്റു വി എന്ന് എഴുതാം. സോ ഈ എക്സ് സി ബൈ ആർ XC by R ടൈംസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ദിസ് XC by R ടൈംസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു XC by R എന്ന് പറയുന്ന ടേമിനെയാണ് ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Q ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ Q ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ, രണ്ട് ഇക്വേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ദാറ്റ് ഈസ് XC by R അല്ലെങ്കിൽ XL by R. XL by R. ഓക്കെ, അപ്പം ഈ ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? Q ടൈംസ് ഓഫ് V ആയിട്ട് മാറി അല്ലേ? അപ്പോൾ അവിടെ വോൾട്ടേജിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. Q ടൈംസ് ഓഫ് V, ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആണ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട്, Q ടൈംസ് V ആയിട്ട് മാറി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ
കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് വോൾട്ടേജിൻ്റെ വാല്യൂ മാഗ്നിഫൈ ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു സീരീസ് റെസൊണൻസ് സർക്യൂട്ടിനെ നമ്മൾ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ സർക്യൂട്ട് എന്നും പറയാറുണ്ട്. ബിക്കോസ് റിയാക്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വാല്യൂസ്, അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ വാല്യൂസ് ക്യൂ ടൈംസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിനെ നമ്മൾ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ സർക്യൂട്ട് എന്നും പറയും. അതുപോലെ തന്നെ ക്യൂ ഫാക്ടറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ക്യൂ ഫാക്ടർ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ XL/R ഓർ XC/R എടുത്തു കഴിഞ്ഞാൽ എക്സലിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ഓം ആണ് അല്ലേ? യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റും ഓം ആണ്. അപ്പോൾ ഇത് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ക്യൂ ഫാക്ടറിന് ഡയമെൻഷൻ ഇല്ല. സീരീസ് RLC സർക്യൂട്ടിനെ നമ്മൾ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് VL or VC ഈസ് Q ടൈംസ് ഓഫ് V. V ഈസ് ദ ഇൻപുട്ട് വോൾട്ടേജ്. ഇനി ക്വാളിറ്റി ഫാക്ടറിൻ്റെ മറ്റൊരു ഡെഫിനേഷനാണ്. ക്വാളിറ്റി ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് റെസൊണന്റ് ഫ്രീക്വൻസി ടു ബാൻഡ് വിഡ്ത്ത്. റെസൊണന്റ് ഫ്രീക്വൻസി F0 ബൈ ബാൻഡ് വിഡ്ത്ത്. ഇതും ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷനാണ്. F0 ടു ബാൻഡ് വിഡ്ത്ത് എന്താണ്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് F2 മൈനസ് F1 അല്ലേ? F1 F2 ഈ രണ്ട് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഈ രണ്ട് ഫ്രീക്വൻസീസിനും ഇടയ്ക്ക് വരുന്ന ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ആണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ബാൻഡ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F2 മൈനസ് F1 ആണ്. സോ ക്വാളിറ്റി ഫാക്ടർ Q ഈസ് ഈക്വൽ ടു F0 ബൈ F2 മൈനസ് F1. Also we can write Q is equal to XL/R അല്ലേ? Q is equal to XL/R equals XL എങ്ങനെയാണ്? എക്സലിൻ്റെ ഇക്വേഷൻ എന്താണ്? XL is equal to omega into L. ഇത് റെസൊണൻസിലുള്ള വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. സോ ദാറ്റ് വിൽ ബി omega naught into L/R. ഇതാണ് വരിക. സോ ഇതിൽ ഒമേഗ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ നോട്ട് ഈസ് നത്തിങ് ബട്ട് 1/√LC അല്ലേ? 1/√LC into L/R. 1/√LC into L/R. ഒമേഗ നോട്ടിൻ്റെ വാല്യൂ ആണ് 1/√LC. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/R ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് L/C എന്നാണ്. 1/R ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് L/C. അപ്പോൾ നമുക്ക് ക്യൂ ഫാക്ടർ കാണാനായിട്ട് ഇപ്പോൾ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും ഒക്കെ വാല്യൂസ് അറിയാം. ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും അറിയാം, റെസിസ്റ്റൻസും അറിയാമെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് ഫോർമുല. Q ഈസ് ഈക്വൽ ടു 1/R ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് L/C. ഇപ്പോൾ ക്യൂ ഫാക്ടറിൻ്റെ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്യൂ ഫാക്ടറിന് ഡയമെൻഷൻ ഇല്ല, ഡയമെൻഷൻ ലെസ് ആണ്. അടുത്ത പോയിന്റ്, ക്യൂ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ഇൻഡക്ടർ ഓർ കപ്പാസിറ്റർ അറ്റ് റെസൊണൻസ് ടു ദ അപ്ലൈഡ് വോൾട്ടേജ് അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? VL is equal to VC is equal to Q into V. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. സോ വി ക്യാൻ റൈറ്റ് Q is equal to VL by V. V is the applied voltage or VC by V. അടുത്ത എന്താണ്? Q factor is the ratio of energy stored at the inductor or capacitor to the energy dissipated at resonance. ഇപ്പോൾ റെസൊണൻസിൽ ഇൻഡക്ടറിലോ കപ്പാസിറ്ററിലോ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ടു എനർജി ഡെസിപ്പേറ്റഡ് അല്ലേ? കറക്റ്റ് ആണല്ലേ? അതായത് ഇപ്പോൾ ഇൻഡക്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്താണ്? I² ഇൻറ്റു XL ആണ് അല്ലേ? I² XL ഡിവൈഡഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ് എന്താണ്? എനർജി ഡിസിപ്പേഷൻ എവിടെയാണ് ഹാപ്പൻ ചെയ്യുന്നത്? റെസിസ്റ്ററിൽ മാത്രമേ ഉള്ളൂ. സോ I² ഇൻറ്റു R അല്ലേ? ദാറ്റ് ഈസ് ദ എനർജി ഡിസിപ്പേഷൻ. I² ഇൻറ്റു R. അപ്പോൾ ഇതിൽ I സീരീസ് ആണ്. സോ I രണ്ട് സെയിം ആണ് വരിക, സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെയിം XL/R എന്ന് തന്നെ അവിടെ ഇക്വേഷൻ കിട്ടും. സോ ക്യൂ ഫാക്ടർ ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എനർജി സ്റ്റോർഡ് അറ്റ് ദ റിയാക്ടർ
to the energy dissipated at resonance. ഇനി നമ്മൾ ക്യൂ ഫാക്ടറിൻ്റെ ഒരു ഇക്വേഷൻ എഴുതിയത് ക്യൂ ഇസ് ഈക്വൽ ടു resonant frequency FR or F0 divided by bandwidth. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്യൂ ഫാക്ടർ എന്ന് പറയുന്ന ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബാൻഡ് വിഡ്ത്ത് ആണ് അല്ലേ. ഇപ്പോൾ ക്യൂ ഫാക്ടറിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കും, അതായത് നാരോ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു നാരോ ബാൻഡ് വിഡ്ത്ത് ആണ് നമ്മൾ മിക്കവാറും ആപ്ലിക്കേഷൻസിലും ഡിസൈറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. And next one is series resonance circuit in a voltage magnification circuit എന്ന് വിളിക്കുന്നു, because VL or VC is equal to Q times of input voltage. So it is a voltage magnification circuit.